ഹായ് ഹലോ എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു? ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നാളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് വേറെ ഒന്നല്ല, കുറച്ച് ബിസി ആയി പോയി. അത് കാരണമാണ് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നല്ല നല്ല കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുറേ ബ്യൂട്ടി ടിപ്സ്, കുറേ സ്കിൻ കെയർ വീഡിയോസ് ഓക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മുടങ്ങാണ്ട് കാണാൻ കട്ട സപ്പോർട്ട് വേണം കേട്ടോ നിങ്ങളുടെ. എന്നാലും എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, തംബ്നെയിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇതൊരു Q&A വീഡിയോ ആണ്. കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞത് റിക്വസ്റ്റഡ് വീഡിയോ അല്ല, ഞാൻ ചെയ്യേണ്ട വീഡിയോ ആണ്, നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട വീഡിയോ ആണ് അല്ലേ? എനിക്ക് ഫസ്റ്റ് 1K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തൊട്ട് എൻ്റെ ചാനലിലേക്ക് പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് അവർ ചോദിച്ചു തുടങ്ങിയതാണ്, എന്നെക്കുറിച്ച് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ തൊട്ട് ചോദിച്ചു തുടങ്ങിയതാണ് ഇങ്ങനെ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു Q&A വീഡിയോ ചെയ്യൂ എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇതിപ്പോൾ 10Kയിലൊക്കെ കൂടിയിട്ടുണ്ട്, വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്കൊരു അവസരം കിട്ടിയത് ഇതുപോലൊരു വീഡിയോ ചെയ്യാൻ. കാരണം കഴിഞ്ഞ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല വീഡിയോസാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ്. നിങ്ങളത് കാണാത്തവർ കുറേ പേരുണ്ട്. ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആ വീഡിയോസിൽ എനിക്ക് കുറച്ച് കമൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറച്ച് റിക്വസ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു Q&A വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് കരുതിയതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്തിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ്. എന്നെക്കുറിച്ച് നിങ്ങളോട് പറയണ്ടേ? ഓക്കെ. അപ്പം നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാൻ ആകാംക്ഷയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ഇടാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ അതിൻ്റെ ആൻസേഴ്സ് തരുന്നതായിരിക്കും. ഓക്കെ. അപ്പം അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബ്യൂട്ടി ചലഞ്ചാണ്. ബ്യൂട്ടി ചലഞ്ച് അല്ല, സ്കിൻ കെയർ ചലഞ്ചാണ്. നിങ്ങൾ ഒരിക്കലും ഭയങ്കരമായ ബ്യൂട്ടി ആകുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ഒരു നിറത്തിൻ്റെ, നമ്മുടെ ഒരു സ്കിൻ ടോണിൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നിലോട്ട് പോകുക. ഓക്കെ. കുറച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ ചലഞ്ച് ചെയ്യാമോ എന്ന്. എനിക്ക് കുറേ റിക്വസ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോസിൽ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ എനിക്ക് കുറേ റിക്വസ്റ്റ് കിട്ടിയതാണ്. ഒരു ബ്യൂട്ടി ചലഞ്ച് ആയിട്ടല്ല ഞാൻ ചെയ്തത്, ഒരു സ്കിൻ കെയർ ചലഞ്ച് ആയിട്ടാണ് കേട്ടോ. സ്കിൻ കെയർ ചലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് സ്പോട്ട്സ്, അതുപോലെ പോഴ്സ്, അതുമാതിരി തന്നെ നമ്മുടെ സ്കിൻ ടോൺ, ഡള്ളായിട്ടുള്ള നമ്മുടെ സ്കിൻ ടോണിനെ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കുക. ഓക്കെ. അപ്പം അതിനുള്ള ഒരു സ്കിൻ കെയർ ചലഞ്ച് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് വളരെയധികം റിക്വസ്റ്റുകളൊന്നും ലഭിച്ചിട്ടില്ല, വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. അപ്പം എനിക്കറിയില്ല എത്ര പേര് ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ എന്നെ ഫോളോ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഒരു 30 ഡേ ചലഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന വീഡിയോസ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും, എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ വരിക, വീഡിയോസൊക്കെ കാണാം, ഫോളോ ചെയ്യാം. ഓക്കെ. വലിയ വില കൂടിയ സാധനങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. കെമിക്കൽസോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സ്കിൻ കെയർ ചലഞ്ച് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് നോക്കിയറിയാം, എൻ്റെ ഇവിടെയൊക്കെ ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട്, പിമ്പിൾസ് വന്ന് പോയിട്ടുള്ള ബ്ലാക്ക് സ്പോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊക്കെ നല്ല മാതിരി കുറഞ്ഞിട്ടുണ്ട്, നല്ല ഡാർക്ക് കളറായിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ലായിരിക്കും, നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, പലർക്കും അത് ഫീൽ ചെയ്യില്ല. പക്ഷെ നമുക്ക് തന്നെ അതിങ്ങനെ ഡെയിലി ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ ഡെയിലി ഇത് ചെക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യും, നല്ല മാതിരി കുറയുന്നുണ്ടെന്ന്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടിയെന്നും വരില്ല. അതുകൊണ്ടാണ് ഒരു 30 ഡേ ചലഞ്ച് ആയിട്ട് ചെയ്യുന്നത്. 30 ഡേയ്സ് ഒരു ചലഞ്ച് ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ തോന്നും. അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് വിസിബിൾ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ. പിന്നെ ഞാൻ ഇടുന്ന പാക്കുകളിലും കാര്യങ്ങളിലും ഒക്കെ പലരും പറയുന്നുണ്ട് അത് സ്കിപ്പ് ചെയ്യാമോ, ഇത് സ്കിപ്പ് ചെയ്യാമോ എന്ന്. കാരണം അവർക്ക് അലർജി ഉണ്ടെന്നാണ് പറയുന്നത്. അലർജിക് ആണെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്തോളൂ. ഇനി കമ്പൽ ചെയ്യാൻ പറ്റില്ല, നിങ്ങളത് യൂസ് ചെയ്യണം പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധിക്കാനൊന്നും പറ്റില്ല. ഞാൻ പറയാറുണ്ട്, ഞാൻ പറഞ്ഞ റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത്തരം ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഞാൻ പറയുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓരോന്നോരോന്ന് അതിൽ സ്കിപ്പ് ചെയ്ത് കളയും തോറും അതിൻ്റെ റിസൾട്ടിൽ വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അത്രയും അലർജിക് ആണെങ്കിൽ മാത്രം അത് സ്കിപ്പ് ചെയ്യുക. നാച്ചുറൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ കൂടിയും അലർജി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പലർക്കും അല്ലേ? അപ്പം നിങ്ങൾ അത് സ്കിപ്പ് ചെയ്തേക്കാം, നിങ്ങളത് യൂസ് ചെയ്യണ്ട.
പിന്നെ ബാക്കി അപ്പം നിങ്ങൾക്ക് അതിന് പകരം നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാന്നുള്ള സജഷൻസ് ഞാൻ തരാം. നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ ചോദിച്ചാൽ മതി. ഓക്കെ, കമ്മ്യൂണിറ്റി ടാബിലല്ല, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ അതിന് റിപ്ലൈ തരാം. ഓക്കെ, അപ്പം എത്ര പേരുണ്ട് ഈ ബ്യൂട്ടി ചലഞ്ചിന്? നോ, ബ്യൂട്ടി ചലഞ്ച് അല്ല, സ്കിൻ കെയർ ചലഞ്ചിന് എത്ര പേരുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളവർ ദയവായി കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഇതുവരെ കമന്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ടായിരിക്കും, ഒന്ന് കമന്റ് ചെയ്തേക്കാം. നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ബ്യൂട്ടി ചലഞ്ച് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ എൻ്റെ ഈ ചാനലിനെ കുറിച്ച് എൻ്റെ ഒരു ചെറിയ ചാനലാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ കുറേ ടിപ്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനലിനെ കുറിച്ച് ഞങ്ങളുടെ റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് അറിയിക്കുക, നല്ലൊരു സപ്പോർട്ട് തരിക. ഓക്കെ, എനിക്ക് നല്ലപോലെ സപ്പോർട്ട് കിട്ടുന്നതാണ് എൻ്റെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ, അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.